ആരാ? അത് തന്നെ ഞാനും ചോദിക്കുന്നത്. ആരാ? മുമ്പ് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ബൈ, ഇത് തന്നെ അല്ലേ ഷീയുടെ വീട്? അതെ. അവനെവിടെ? സാറ് കടപ്പുറത്തുണ്ടാകും, നടക്കാൻ ഇറങ്ങിയതാ. അത് ശരി. ശാരദയോ? എന്റെ പേര് സക്കറിയ. അവൻ എന്നെ കറിയാച്ചാന്നാ വിളി. ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്കൊന്നും പറയാനില്ല. അല്ല, നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ലല്ലോ. ഞാൻ ഇവിടെ വേണ്ടപ്പെട്ട ഒരാളാ. അപ്പോ വേണ്ടപ്പെട്ട ആ ഒരു സഹായം ചെയ്യാം. എനിക്ക് ഇവരാരെങ്കിലും ഒന്ന് കാണണം. വളരെ അലഞ്ഞ് കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീട് കണ്ടുപിടിച്ചത്. ഈ ബാഗ് എവിടെ ഒന്ന് വെച്ചേക്കണം. ശ്രീയെ ഞാൻ തന്നെ പോയി തപ്പി കണ്ടുപിടിച്ചോളാം. കടപ്പുറത്തുണ്ടാവുന്നല്ലേ പറഞ്ഞത്. Prasad! Shri! Hey, Shri Prasad! Hey, you look terrible, yeah? നിനക്കിത് എന്ത് പറ്റിയടാ? സത്യം പറഞ്ഞാൽ എനിക്ക് ആ മനസ്സിലായില്ല കേട്ടോ. പിന്നെ നിന്റെ കഷണ്ടി കണ്ട ഒരു ഊഹം വെച്ചങ്ങ് വിളിക്കുകയായിരുന്നു. ഞാൻ നിന്നെ കൺകാലിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞ അതിപ്പരം ബോറായിട്ടൊരു ഏർപ്പാടില്ല. പക്ഷെ സത്യം പറഞ്ഞാൽ ഈ കൊല്ലത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നിനക്കാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് എന്ത് അഭിമാനം തോന്നിയെന്നറിയാം. നിന്നെ ആദ്യം ഇന്റർവ്യൂ ചെയ്യണത് ഞാനായിരിക്കണം തീരുമാനിച്ചു. ഉടനെ തിരിച്ചു. വരൂ, വീട്ടിലേക്ക് പോകും. ഓഫ്കോഴ്സ്, എനിക്ക് വിസ്തരിച്ചൊന്ന് കുളിക്കണം. യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, ആകെ വേർത്ത് നാശമായി. പണ്ട് നിങ്ങൾ ഒരുമിച്ചുള്ളപ്പോഴൊക്കെ എന്തൊരു ചിരിയും തമാശയും. നിങ്ങൾക്ക് വന്ന് ഈ മാറ്റം ഐ സിംപ്ലി കനോട്ട് ഡൈജസ്റ്റ്. ഇവിടെ ഇത്രയും അടുത്ത് ഇങ്ങനെ അകന്ന് നിങ്ങൾ ഒറ്റയ്ക്ക് അലറുന്ന ഈ കടലും മുഴങ്ങുന്ന ഈ മരം, നീ എങ്ങനെ ജീവിക്കുന്നതാ? ശരിയാണ് കറിയാച്ച, ഞാനും അത് ആലോചിക്കാറുണ്ട്. എങ്ങനെ ഞാൻ ജീവിക്കുന്നത്? ചെന്നടിയുവാൻ ഒരു തീരമില്ലാതെ വരിക തിരയുടെ ഏറ്റവും വലിയ ശാപമായിരിക്കും. എത്തിപ്പെടുവാൻ ഒരു ലക്ഷ്യമില്ലാതെ വെറുതെ എന്നറിഞ്ഞുകൊണ്ടുള്ള പ്രയാണം പലപ്പോഴും ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കണമെന്ന് തോന്നി. പക്ഷേ ശാരദ, അത് ഓർക്കുമ്പോൾ അതിന് പോലും. കമോൺ ശ്രീ, എന്തെങ്കിലുമൊക്കെ അസുഖം വരുന്നത് ജീവിതത്തിൽ സാധാരണമാണ്. അതൊക്കെ എടുത്താൽ പൊന്താത്ത ഭാരമായി കാണാൻ തുടങ്ങുന്നതാണ് ശ്രീയുടെ തെറ്റ്. വന്നു പെടുന്നതെല്ലാം ജീവിതത്തിന്റെ ഒരു ഭാഗമായി കാണാൻ തുടങ്ങും. മനസ്സിന്റെ ഈ കനം താനേ ഇല്ലാതാവും. വന്നുപെട്ടതായിരുന്നില്ല, വരുത്തിവെച്ചതായിരുന്നു. ഒരുപാട് പേരുടെ നൊമ്പരങ്ങളെ സ്വന്തമാക്കിയാലേ ഒരെഴുത്തുകാരനാകാൻ പറ്റൂ എന്ന് കറിയാച്ചൻ എവിടെയോ എഴുതിയിരുന്നു. അനുഭവങ്ങളെ സ്വന്തമാക്കാനുള്ള വ്യഗ്രതയിൽ ഞാൻ ചെയ്തത് അധികവും തെറ്റുകളായിരുന്നു. ജീവിതം നമ്മുടെ താല്പര്യങ്ങൾക്കൊപ്പിച്ച് ചിറകെട്ടി തിരിച്ചുവിടാവുന്നതല്ലെന്ന് മനസ്സിലാക്കാൻ ഞാൻ വളരെ വൈകി. എന്റെ മനസ്സിലെ കണക്കുകൂട്ടലുകൾ മുഴുവൻ ശരിയാണെന്ന് ഉറപ്പിക്കാൻ ഞാൻ ചെയ്തത് അത്രയും മറ്റുള്ളവരുടെ മനസ്സിൽ പോറലുകൾ ഉണ്ടാക്കി. വെറും പോറലുകളെന്നേ ഞാൻ കരുതിയുള്ളൂ. ഉണങ്ങാത്ത വ്രണങ്ങളായി അവ മാറിയെന്ന് കണ്ടപ്പോൾ ഞാനകെ തകർന്നുപോയി. അവാർഡ് കിട്ടിയ നോവൽ എന്റെ ഏറ്റവും നല്ല വർക്കാണെന്ന് പലരും എഴുതി.
വാക്കുകളുടെ ശക്തിയിൽ ഊറ്റം കൊണ്ടിരുന്ന എഴുത്തുകാരനായിരുന്നു ഞാൻ. പക്ഷേ കടുത്ത അനുഭവങ്ങളെ പിന്നിട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഉള്ളിൽ തട്ടിയ സത്യങ്ങൾ പുറത്തു പറയാൻ അക്ഷരങ്ങൾക്ക് ത്രാണിയില്ലെന്ന്. ഐ അണ്ടർസ്റ്റാൻഡ് ശ്രീ, ഐ പെർഫെക്റ്റ്ലി അണ്ടർസ്റ്റാൻഡ്. ഊണ് കഴിക്കാറായെന്ന് വെച്ചാ എടുത്തു വെക്കാം. ഞാൻ നിർത്തി, കറിയാച്ചും കഴിച്ചോളൂ. ശ്രീ പോയി കിടന്നോളൂ, കാലത്തെ കാണാം. ശ്രീ, നീ പറഞ്ഞത് അത്രയും മനസ്സിലിട്ട് അയവക്കുകയായിരുന്നു. എങ്ങനെയോ നീ എത്തിപ്പെട്ട ഈ ദുരന്തം ഞാൻ കൺമുന്നിൽ കാണുന്നു. നിന്റെ മനസ്സ്, അതിലെ തകർച്ച ഞാനത് മനസ്സിലാക്കും. എനിക്കത് വേദനയുണ്ട്. സത്യത്തിൽ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ പ്രതീക്ഷിച്ചിരുന്നതൊന്നുമല്ല. നിന്റെ ഈ ശാരദയുടെയും പൊട്ടിച്ചിരികൾക്കിടയിൽ കുറേ നിമിഷങ്ങൾ, എന്നും എവിടെയും ഒറ്റയാനായിരുന്ന എനിക്ക് അപൂർവമായി വീണ് കിട്ടുന്ന ചില നിമിഷങ്ങൾ. പക്ഷേ യു ബിലീവ് ഇറ്റ് ഓർ നോട്ട് ശ്രീ, നിന്നേക്കാൾ അസ്വസ്ഥത ഞാനിന്ന് അനുഭവിക്കുകയാണ് നിന്റെ മുന്നിലിരിക്കുന്നു. നിന്നെപ്പോലെ ഇത്രയും സെൻസിറ്റീവായ ഒരു എഴുത്തുകാരൻ കഴിഞ്ഞ 4-5 വർഷമായി യാതൊന്നും എഴുതിയിട്ടില്ല. സ്വന്തം ക്രിയേറ്റിവിറ്റി വരെ നിനക്ക് നഷ്ടപ്പെട്ടു. നീയൊന്നും പറയാതെ തന്നെ നിന്റെ പീഡനത്തിന്റെ കാലഘട്ടം
ഞാൻ കൺമുന്നിൽ കാണുന്നു. നിന്റെ രചനയിലെ ഓരോ മുഖങ്ങളും നിശബ്ദരായി എന്റെ മുന്നിലും. അക്ഷരങ്ങളിൽ തളച്ചിടാൻ കഴിയുന്നതിനും അപ്പുറത്തുള്ള മാനങ്ങളിൽ ഞാൻ അവരെ കാണുന്നു. ടെൽ മി ശ്രീ, ഇതത്രയും സത്യമായിരുന്നു? ഓ മൈ, എനിക്ക് മനസ്സിലാവും. ഇതെങ്ങനെ സംഭവിച്ചു? കഴിഞ്ഞ 4-5 വർഷങ്ങൾ ജീവിതത്തിന്റെ പീഡനകാലമായിരുന്നു എനിക്ക്. ഒരു പരീക്ഷണത്തിന്റെ കൗതുകത്തിന്റെ പേരിൽ മാത്രം ആരെയെങ്കിലും നോവിച്ചതല്ലാതെ അറിഞ്ഞുകൊണ്ട് ആരെയും വേദനിപ്പിക്കുവാൻ എനിക്ക് കെൽപ്പ് പോരാ. പക്ഷേ എന്നിട്ടും ഒരു വിനോദത്തിന്റെ പേരിൽ ഞാൻ നീക്കിയ കരുക്കൾ പോരാളികളെപ്പോലെ എനിക്കെതിരായി മുന്നിൽ അണിനിരന്നു. ആയുധം നഷ്ടപ്പെട്ട് നിസ്സഹായനായി പോർക്കളത്തിൽ നിന്നും ഞാൻ ഓടി ഒളിച്ചു, എന്റെ ഉള്ളിലൊരു മാളത്തിൽ. പക്ഷേ എത്ര കാലം? മനസ്സിന്റെ ചിമിഴിൽ കാലം ഊതിച്ചുരുപ്പിച്ച കനൽക്കട്ടകളിൽ മുള്ളാണിയിൽ പിടയുന്ന മനസ്സുമായി വാക്കുകളിൽ കുറിച്ചിടുമ്പോൾ ഞാൻ ആദ്യമായി അറിയുന്നു, വാക്കുകൾ എത്ര ദുർബലം. വാദിയും പ്രതിയുമായി ഒരേ സമയം ഞാൻ നിൽക്കെ വാക്കുകൾ കൊണ്ട് തീർക്കുന്നൊരു ഈ സ്മാരകം മനസ്സിലെരിയുന്ന നെരിപ്പോട് നിന്ന് ആറിത്തണുക്കാൻ അല്പമെങ്കിലും ഇടതല്ലാതിരിക്കും. ആ പ്രത്യാശ മാത്രമാണ് ബാക്കി. ശ്രീയേട്ടനെ കണ്ട ഇപ്പൊ എങ്ങനെയുണ്ടെന്നറിയോ? അസലൊരു വെളിച്ചപ്പാടിന്റെ ലുക്കാണ്. എനിക്ക് ഈശ്വര വിശ്വാസം കുറവാണെന്നാണല്ലോ തന്റെ പരാതി. എന്റെ മുഖത്ത് ഏതായാലും ഒരു ദേവീ പ്രസാദം ഉണ്ടെന്ന് ആരും സമ്മതിച്ചോ? അതുകൊണ്ടാണല്ലോ വെളിച്ചപ്പാടിന്റെ ലുക്ക് ഉണ്ടായത്. എന്തു പറഞ്ഞാലും നാവിന് എല്ലില്ലാത്തതുകൊണ്ടേ നിന്ന് പഴച്ചോളൂ. ഈ പ്രസാദം തൊടണമല്ല കാര്യം, തൊടുന്നതിലുള്ള സൗന്ദര്യം. സൗന്ദര്യം ഇപ്പൊ ഒത്തിരി കാര്യമാണെന്ന് എന്നെ വെച്ചോളൂ. ഒന്ന് കാണിക്കൂ. ഇങ്ങനെയൊക്കെ മതിയോ? കാണിക്കൂ ശ്രീയേട്ടാ. അയ്യേ അമ്പലപ്രദക്ഷിണവും പിന്നിലുള്ള ഒരു നടത്തവും കഴിഞ്ഞ് വരുമ്പോ ഉള്ളതിന്റെ ഇരട്ടിയായ വിശപ്പ്. അവിടെ ഒന്ന് വിസ്തരിക്കാൻ നിൽക്കാണ്ട് എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഇങ്ങോട്ട് എടുത്തേ. പറയണത് കേട്ടാ തോന്നുന്നു ഇന്നലെ അത്താഴ പട്ടിണിയായിരുന്നു. അല്ല, ഇങ്ങനെയുണ്ട് ആളുകൾ, ഒരു മാനേഴ്സ് ഇല്ലാതെ. ഞാൻ കൂടി വരണവരെ ഒന്ന് ക്ഷമിച്ചാൽ എന്താ? അപ്പോഴേക്കും ധൃതിയായി. ഉച്ചയോടടുത്ത ഈ പ്രായത്തിൽ നമ്മൾ തമ്മിൽ എന്തിനാടോ മാനേജ്? അല്ലെങ്കിൽ ഈ ശ്രീയേട്ടൻ ഇപ്പോഴായിട്ട് ഇങ്ങനെയാ. എനിക്ക് തോന്നണേ നമ്മുടെ കല്യാണത്തിന് മുമ്പുള്ള നാളുകളായിരുന്നു ഭേദമെന്നാ. അതെന്താടോ? അന്നൊക്കെ ദിവസത്തിൽ 10 പ്രാവശ്യമെങ്കിലും എന്നെ കണ്ടില്ലെങ്കിൽ ശ്രീയേട്ടൻ ഇരിക്കപ്പെടുത്തേ ഉണ്ടാവില്ല. ടെലിഫോൺ ചെയ്യലായി, ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കലായി, എന്തൊക്കെ പരാക്രമങ്ങളാ കാണിച്ചായിരുന്നേ. ഇപ്പോഴത് പോയിട്ട് വല്ലപ്പോഴൊന്ന് കൂടെ ഇരിക്കാൻ ആളെ കിട്ടുക എന്ന് പറയണതേ വലിയ വിഷമമാ. അല്ലെങ്കിൽ ഈ ആണുങ്ങളൊക്കെ അങ്ങനെയാ. ആദ്യത്തെ കുറച്ചു നാളത്തെ ഒരു പുതുമോടിയേ ഉള്ളൂ. താൻ എന്താടോ പറഞ്ഞേ? നമ്മുടെ കല്യാണം കഴിഞ്ഞത് പിന്നെ ഞാൻ തന്റെ കസ്റ്റഡിയിൽ തന്നെയല്ലേ? ഉവ്വേ, കസ്റ്റഡി തന്നെയാ. താൻ ലാത്തി ഒന്ന് നിർത്തിയിട്ട് ഒരു 10-100 ഇഡ്ഡലി അങ്ങോട്ട് കഴിച്ചേ. മതി മതി മതി, ഇത്രയൊക്കെ കഴിച്ചിട്ട് ഇതാ സ്ഥിതി.
ശ്രീയേട്ടൻ കഴിക്കുന്നതിന്റെ പാതി പോലും ഞാൻ കഴിക്കാറില്ല. എന്നിട്ട് എന്റെ തടി ഒട്ടും ചൊട്ടണമില്ല, ശ്രീയേട്ടൻ ചേർക്കണമില്ല. അതെ, ഈ അപ്പർ സ്റ്റോറി ടുലറ്റ് ആയിട്ടുള്ളവർക്ക് വേറെന്താ സംഭവിക്കുക? ഈ തിരുന്നെല്ലാം ശരീരത്തിലോട്ട് പോയി അങ്ങ് ചീർക്കുകയല്ലേ. ശ്രീയേട്ടൻ കഴിക്കണതെല്ലാം ബുദ്ധിയായിട്ടങ്ങ് മാറുകയാണല്ലോ. ചുമ്മാ ഒന്നുമല്ല ഇത്രയും കൊഴിഞ്ഞത്. ഈ കണക്കിന് പോയാലേ 2 കൊല്ലം കൂടി കഴിയുമ്പോ ശരിക്കും ഗുഡ് നൈറ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ എനിക്ക് 2:30 മണിക്ക് സാഹിത്യ അക്കാദമി മീറ്റിംഗ് ഉള്ളതാ. ഞാൻ കൃത്യം 2 മണിക്ക് പോകും. പോകുന്ന കാര്യമൊക്കെ കൊള്ളാം. വാതിലൊക്കെ നല്ലോണം അടച്ചു പൂട്ടിട്ട് വേണം പോകാൻ. നാട് മുഴുവൻ കള്ളന്മാരുള്ളതാ. ഇവിടെ ഉള്ളതിൽ വെച്ച് എനിക്ക് ഏറ്റവും വിലപിടിപ്പുള്ളത് നമ്മുടെ മനസ്സിന്റെ സ്നേഹമാണ്. അതാരും കട്ടുകൊണ്ട് പോകാൻ പോണില്ല. ചുമ്മാ ഈ വളിപ്പടിക്കാൻ മെടുക്കന. സമ്പൂർണ്ണ സോഷ്യലിസം പരമമായ ലക്ഷ്യമെന്ന് ഇടതുപക്ഷ മുന്നണി നേതാവ് സഖാവ്. സഖാവ് അങ്ങനെ പറയുണ്ടായോ? അതേതായാലും നന്നായി. മുന്നണിയുടെ പരമമായ ലക്ഷ്യം എന്താണെന്നറിയാണ്ടേ ഇവിടെ ആളുകൾ വിഷമിക്കായിരുന്നു. ഇനിയിപ്പോ ആ പരാതി ഇല്ലല്ലോ. സമ്പൂർണ്ണ സോഷ്യലിസേ, അതും ഈ ഇന്ത്യ മഹാരാജ്യത്ത്. രാമേട്ടൻ പാർട്ടിയിലുണ്ടായിരുന്നപ്പോ ഇതിലും വലിയ പ്രസ്താവനകളൊക്കെ നടത്തിയിട്ടില്ലേ? പിന്നെ എന്തിനാ ഇപ്പൊ ബാക്കിയുള്ളവരെ പുച്ഛിക്കുന്നേ? എനിക്ക് ഇഷ്ടമുണ്ടായിട്ട് താനാരാ ചോദിക്കാൻ? പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കുന്ന കാലത്ത് അത്യാവേശം കാണിക്കും. എന്നിട്ടൊടുവിൽ ഒന്നും നേടിയിട്ടില്ല എന്നും എങ്ങും എത്തിയിട്ടില്ല എന്നും മനസ്സിലാക്കുമ്പോ മാറിയെന്ന് പുച്ഛിക്കും. ഇതിനാണ് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത്. ആയിക്കോട്ടെ, അതിന് തനിക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. എടോ, ഞാൻ തന്നോടായിട്ട് ഒന്നും അങ്ങോട്ട് പറഞ്ഞില്ല കയറി പിടിക്കാനായിട്ട്. പിന്നെന്താ? ഞാൻ കേട്ടതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ രാമേട്ട. അങ്ങനെ ഇപ്പൊ പറയണ്ട യാതൊരു കാര്യവുമില്ല. ഗോപി താഴ്ന്നു ഉണ്ടായിരിക്കും, വെറുതെ ഓരോന്ന് പറഞ്ഞു തുടങ്ങാനായിട്ട്. വാസ്തവം ഇത് വല്ല കാര്യമുള്ള കാര്യമാണ്. നമുക്ക് വല്ല ബോണസിന്റെയോ ഇൻക്രിമെന്റിന്റെയോ പ്രശ്നമാണ്, പിന്നെ ഉണ്ടെന്ന് പറയാം. ഇത് സോഷ്യലിസമാ സംഭവം രാമേട്ടാ. അതും നമ്മളും തമ്മിൽ എന്താ ബന്ധം? അല്ലേ, ഞാൻ ആലോചിക്കുകയായിരുന്നു, നമ്മുടെ ആഫീസിൽ എന്തിനാ ഒരു ക്ലോക്ക്? ശാരദാമ്മ സാറ് വരുമ്പോ 10 മണി, സാറ് പോകുമ്പോ അത് 5 മണി. കമല ഒരു ലീവ് ലെറ്റർ തന്നിട്ടുണ്ട്. തോമസേ, ആ സ്റ്റേഷനറി ഫയലൊന്നും എടുത്തോണ്ട് വരും. ഇന്ന് തുളസി ലേറ്റായില്ലല്ലോ. ഇതെന്ത് പറ്റി? ഒന്നുമില്ല, അറിയാണ്ട് വാതിക്കലൊന്ന് മുട്ടിയതാ, ഇത്തിരി മുറിഞ്ഞു. പിന്നെ ഇന്നലെ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് തന്നില്ലേ, അതിന്റെ കൂടെ ഈ കവറിംഗ് ലെറ്ററും കൂടി ഒന്ന് ടൈപ്പ് ചെയ്തോളൂ.